മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം. ബൈബിൾ ക്വിസ്. 1. യേശുവിനെ പരീക്ഷിക്കേണ്ടതിന് ആകാശത്തുനിന്നുള്ള ഒരു അടയാളം കാണിച്ചു തരാൻ ആവശ്യപ്പെട്ടു വന്നത് ആരെല്ലാം? പരീശന്മാരും സദൂക്യരും. 2. വൈകുന്നേരത്ത് ആകാശം ചുവപ്പായിരുന്നാൽ കാലാവസ്ഥ എങ്ങനെയിരിക്കും എന്നാണ് യേശു പറഞ്ഞത്? തെളിഞ്ഞ വാനമായിരിക്കും. 3. പ്രഭാതത്തിൽ ആകാശം ചുവപ്പും മ്ലാനവുമായിരുന്നാൽ കാലാവസ്ഥ എങ്ങനെയിരിക്കും എന്നാണ് യേശു പറഞ്ഞത്? ഇന്ന് കൊടുങ്കാറ്റുണ്ടാകും. 4. ആകാശത്തിന്റെ മുഖം തിരിച്ചറിയാൻ അറിയുന്ന ഇവർക്ക് ഏത് അടയാളമാണ് തിരിച്ചറിയാൻ കഴിയാത്തത്? കാലത്തിന്റെ അടയാളങ്ങൾ. 5. ദോഷവും വ്യഭിചാരവുമുള്ള ഈ തലമുറയ്ക്ക് ഏത് അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ല? യോനയുടെ അടയാളം. 6. ആരുടെ പുളിച്ചമാവിനെക്കുറിച്ചാണ് ജാഗ്രതയുള്ളവരായിരിക്കേണ്ടത് എന്ന് യേശു ശിഷ്യന്മാരെ ഓർമ്മിപ്പിച്ചു? പരീശന്മാരുടെയും സദൂക്യരുടെയും. 7. കടലക്കര കടന്നപ്പോൾ എന്ത് കരുതുവാൻ മറന്നുപോയതിനെക്കുറിച്ചാണ് ശിഷ്യന്മാർ പരസ്പരം സംസാരിച്ചത്? അപ്പം. 8. അല്പവിശ്വാസികളെ, അപ്പമില്ലാത്തതിനെക്കുറിച്ച് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് എന്ത് എന്ന് യേശു ചോദിക്കാൻ കാരണമെന്ത്? 5000 പേരെയും 4000 പേരെയും പോഷിപ്പിച്ച അത്ഭുതങ്ങൾ അവർ മറന്നുപോയതുകൊണ്ട്. 9 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ എത്ര കുട്ടയാണ് ബാക്കി ശേഖരിച്ചത്? 12 കുട്ട. 10 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ചപ്പോൾ എത്ര വട്ടിയാണ് ബാക്കി ശേഖരിച്ചത്? 7 വട്ടി. 11 യേശു പറഞ്ഞ പുളിച്ചമാവ് അപ്പത്തിന്റെ മാവിനെക്കുറിച്ചല്ല, മറിച്ച് എന്തിനെക്കുറിച്ചായിരുന്നു? പരീശന്മാരുടെയും സദൂക്യരുടെയും ഉപദേശത്തെക്കുറിച്ച്. 12 ഫിലിപ്പോസിന്റെ കൈസരിയുടെ പ്രദേശങ്ങളിൽ എത്തിയപ്പോൾ യേശു ശിഷ്യന്മാരോട് ചോദിച്ച ചോദ്യമെന്ത്? മനുഷ്യപുത്രനായ എന്നെ ആളുകൾ ആരെന്ന് പറയുന്നു? 13 ജനങ്ങൾ യേശുവിനെ ആരെല്ലാമായിട്ടാണ് കരുതിയിരുന്നത്? യോഹന്നാൻ സ്നാപകൻ, ഏലിയാവ്, ഇരമ്യാവ് അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ. 14 എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന യേശുവിന്റെ ചോദ്യത്തിന് മറുപടി നൽകിയത് ആര്? ശീമോൻ പത്രോസ്. 15 പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം എന്തായിരുന്നു? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. 16 യോനാപുത്രനായ ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത് എന്ന് യേശു ആരോട് പറഞ്ഞു? പത്രോസിനോട്. 17 പാറ എന്ന അർത്ഥമുള്ള ഏത് പേരാണ് യേശു ശീമോന് നൽകിയത്? പത്രോസ്. 18 ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, അതിനെ എന്ത് ജയിക്കുകയില്ല? പാതാള ഗോപുരങ്ങൾ, പാതാളത്തിന്റെ വാതിലുകൾ. 19 സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ യേശു ആർക്കാണ് നൽകിയത്? പത്രോസിന്, സഭയ്ക്ക്. 20 നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും എവിടെ കെട്ടപ്പെട്ടിരിക്കും? സ്വർഗത്തിൽ. 21 നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും എവിടെ അഴിക്കപ്പെട്ടിരിക്കും? സ്വർഗത്തിൽ. 22 താൻ ക്രിസ്തുവാകുന്നു എന്ന് ആരോടും പറയരുതെന്ന് യേശു ആർക്കാണ് കർശന നിർദ്ദേശം നൽകിയത്? ശിഷ്യന്മാർക്ക്. 23 താൻ യെരുശലേമിൽ ചെന്ന് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ കഷ്ടം അനുഭവിച്ചു കൊല്ലപ്പെടുകയും എത്രാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് യേശു ശിഷ്യന്മാരെ അറിയിച്ചു. 3-ാം നാൾ. 24 യേശുവിന്റെ മരണപ്രവചനം കേട്ടപ്പോൾ, കർത്താവേ, അത് നിനക്ക് ഭവിക്കരുതേ എന്ന് പറഞ്ഞ് യേശുവിനെ തടയാൻ ശ്രമിച്ചതാര്? പത്രോസ്. 25 പത്രോസിനെ തിരിഞ്ഞു നോക്കി, സാത്താനെ, എന്റെ പിന്നാലെ പോകൂ, നീ എനിക്കിടർച്ചയാകുന്നു എന്ന് യേശു പറയാൻ കാരണമെന്ത്? അവൻ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ ചിന്തിച്ചത്. 26 എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിക്കുന്നവൻ എന്തു ചെയ്യണം? തന്നെത്താൻ ഉപേക്ഷിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണം. 27 സ്വന്ത ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിക്കുന്നവൻ അതെന്തു ചെയ്യും? നഷ്ടപ്പെടുത്തും. 28 യേശുവിൻ നിമിത്തം സ്വന്ത ജീവനെ നഷ്ടപ്പെടുത്തുന്നവൻ അതെന്തു ചെയ്യും? കണ്ടെത്തും. 29 ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് ലാഭം? ഒരു ലാഭവുമില്ല. 30 മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹിമയിൽ ആരുടെ കൂടെയാണ് വരുന്നത്? ദൂതന്മാരോടുകൂടെ. 31 മനുഷ്യപുത്രൻ വരുമ്പോൾ ഓരോരുത്തർക്കും എങ്ങനെയാണ് പ്രതിഫലം നൽകുന്നത്? അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം. 32 മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തോടെ വരുന്നത് കാണും, മുൻപ് മരിക്കാത്ത ചിലർ ഇവിടെ നിൽക്കുന്നുണ്ട് എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? ശിഷ്യന്മാരോട്.